നമസ്കാരം. നമ്മളിൽ പലരും ഈ പാട്ട് കേട്ടിരിക്കാൻ ഇടയുണ്ട്. താളെയുന്ത്. മലയാളത്തില് ശ്രീ മോഹൻലാലും രേവതിയും ഒക്കെ അഭിനയിച്ച ഒരു ഗാനരംഗത്തിലെ ഏതാനും വരികളാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, മലയാള സിനിമാ ഗാനങ്ങൾ മറ്റ് പല ഭാഷകളിലും വന്നതുപോലെ ട്യൂൺ ചിട്ടപ്പെടുത്തി വരികൾ അതിനനുസൃതമായിട്ട് എഴുതിയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം. എന്നു മുതലാണ് ഈ പതിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് ശ്രീ സലീൽ ചൗധരിയുടെ ഗാനങ്ങളോടെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ചെമ്മീൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളോടുകൂടിയാണെന്ന് പറയാം. ഇത് 20-ാം നൂറ്റാണ്ടിലെ കാര്യമാണ്. ട്യൂൺ ചിട്ടപ്പെടുത്തി വരികൾ എഴുതുന്ന ഈ സമ്പ്രദായം എന്നു മുതൽക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 15-ാം നൂറ്റാണ്ടിലേക്ക് പോകേണ്ടി വരും. ആ കഥ ഇങ്ങനെയാണ്. ഉത്തര കേരളം അന്ന് ഭരിച്ചിരുന്ന കോലത്തിരി ഉദയവർമ്മ മഹാരാജാവും ചെറുശ്ശേരി നമ്പൂതിരിയും കൂടെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരവസരമായപ്പോൾ ചെറുശ്ശേരി ജയിക്കുമെന്നായി. അപ്പോൾ ഇത് കണ്ട കോലത്തിരി രാജാവിൻ്റെ ഭാര്യ തൻ്റെ കുഞ്ഞിനെ കളിപ്പിക്കാനെന്ന മട്ടിൽ അവരൊരു പാട്ടുപാടി. താളെയുന്ത്. മലയാള സിനിമാ ഗാനത്തിലെ വരികളോട് സാമ്യമുള്ള ഈ ട്യൂണാണ് അന്ന് അവർ പാടിയത്. ബുദ്ധിമതിയായ രാജ്ഞിയുടെ ഈ പാട്ട് കേട്ടിട്ട് രാജാവ് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ആളെ മുന്നോട്ട് നീക്കി, ആളെ ഉന്തി നീക്കി ചതുരംഗത്തിൽ വിജയിച്ചു. രാജ്ഞിയുടെ അവസരോചിതമായ ഈ പാട്ട് കാരണം അദ്ദേഹം ചതുരംഗത്തിൽ വിജയിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഇത് വളരെ ഇഷ്ടപ്പെട്ടു, ഈ ട്യൂൺ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ചെറുശ്ശേരി നമ്പൂതിരിയോട് പറഞ്ഞു, താങ്കളൊരു കാര്യം ചെയ്യുക, മഹാഭാഗവതം ദശമസ്കന്ധത്തിനെ അടിസ്ഥാനമാക്കി ഒരു പാട്ട് രചിക്കാൻ. അങ്ങനെ ഉണ്ടായ പാട്ടാണ് കൃഷ്ണഗാഥ. അതിൻ്റെ ട്യൂണും ഇതിൻ്റെ ട്യൂണും സെയിമാണ്. അതിലെ ഒരു 2 വരി ഞാൻ പാടാം. കാർമുകിൽ മാലകൾ കാൽപിടിച്ചിടുന്ന കാന്തിയെ പൂണ്ടൊരു മെയ്യുമായി രമ്യമായുള്ളൊരു മൗലിയിൽ ചേർന്നുണ്ട് പൊന്മയമായൊരു നന്മകൂടം. കാർമുകിൽ മാലയിൽ പാതിമറിഞ്ഞൊരു വാർമതി പൈതൽ താൻ എന്ന പോലെ. കൃഷ്ണോൽപത്തിയെ കുറിച്ച് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ പറയുന്ന ഇത് പാടുമ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു പാട്ട് കൂടെ വന്നു. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. താളെയുന്ത്. അങ്ങനെ നോക്കുമ്പോൾ ഉദയവർമ്മ രാജാവായിരിക്കും ഒരുപക്ഷെ ഭാര്യയുടെ പാട്ടിലെ ശീല് മനസ്സിലാക്കി, ട്യൂണ് മനസ്സിലാക്കി പാട്ട് രചിക്കാൻ ഒരാളെ ഏർപ്പെടുത്തിയ ആദ്യ വ്യക്തി. അതേപോലെ തന്നെ ചെറുശ്ശേരിയുമായിരിക്കാം ഒരുപക്ഷെ ആദ്യമായിട്ട് ട്യൂണിനെ അടിസ്ഥാനമാക്കി ഒരു പാട്ട് രചിച്ച വ്യക്തി. നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്.